Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ റവ വെജിറ്റബിൾ റോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോയ്ക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ റവ വെജിറ്റബിൾ റോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്താക്കുന്നത് 2 കപ്പ് റവയാണ്. ഇത് ചെറുതാക്കിയിട്ട് ചൂടാക്കി എടുത്ത റവയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം 1 കപ്പ് വെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് തൈരായാലും മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമുക്കിനി ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കണ പോലെ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴയ്ക്കണേ. ഇപ്പോൾ കുറച്ചൊരു നനവ് നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിനൊരു റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ആ റെസ്റ്റിംഗ് ടൈമിൻ്റെ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആവശ്യമുള്ള ഫില്ലിങ് റെഡിയാക്കാം. നന്നായിട്ട് കുഴയ്ക്കണേ. ഇപ്പം നിങ്ങൾക്ക് കാണും നമ്മുടെ ആട്ടയുടെ പോലെ തന്നെ മാവ് റെഡി ആയിട്ടുണ്ട്. റവയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചായിരുന്നു കുഴയ്ക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് കുറേശ്ശെ വെള്ളം കൂട്ടിയിട്ട് നോക്കാം. നമുക്ക് കുറച്ചൊരു സ്റ്റിക്കിനെസ് ആയിട്ടാണ് വേണ്ടത്. ഇതൊരു 1/2 hour വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇത് നല്ല സ്റ്റിക്കിനെസ്സൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ റവ നമ്മുടെ വെള്ളം എന്തായാലും അബ്സോർബ് ചെയ്യുമല്ലോ. അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇനി നമുക്കിതൊരു 1/2 hour റെസ്റ്റിംഗ് ടൈമിന് വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇട്ടേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തേക്കണം സബോള ഇട്ട് കൊടുക്കുക. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഹാഫ്, പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഹാഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സബോള വാടി വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഒന്നും വെന്ത് വന്നോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലംസ് ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയില്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മാവൊക്കെ നല്ല അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി പലയുമേ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. അതുപോലെ നമ്മുടെ റോളർമേയും ഓയിൽ പുരട്ടി കൊടുക്കാം. ഈ മാവിൻ്റെ ഇനി ഹാഫ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്കിനി 2 ഹാഫായിട്ടാണ് നമ്മൾ മാവ് എടുത്തേക്കണത്. ഇതൊന്ന് റോൾ ചെയ്തതിന് ശേഷം കുറച്ചൊരു നീളത്തിലേക്ക് ആക്കാം. റൗണ്ടല്ല, നീളത്തിലാണ് ആക്കേണ്ടത്. നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഓയിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിമൊന്നും ഒട്ടില്ല, നമ്മുടെ റോളർമൊന്നും ഇത് ഒട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടാം, ക്യാപ്സിക്കം ഇടാം. നിങ്ങൾക്ക് ഏതൊക്കെ താല്പര്യമുണ്ട് ആ വെജിറ്റബിൾസ് ഒക്കെ ഇടാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പോരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അറ്റങ്ങളിൽ നമ്മൾ
സോസ് സ്പ്രെഡ് ചെയ്യരുത്, നടുക്കിൽ മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിൻ ലെയർ മതി കേട്ടോ. നിങ്ങൾക്ക് പിസ്സ സോസ് താല്പര്യമില്ല, ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സോസ് ആയാലും ഇട്ടാലും മതി, സിമ്പിൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടാലും മതി. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇത് റോൾ ചെയ്തിട്ട് വരാം. കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആവി കൊടുക്കാൻ പോകുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തലേദിവസം ഇത് ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ തന്നെ അടുത്ത ഹാഫ് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ റോൾസ് ഇനി നമുക്ക് ആവിയിൽ വേവിക്കണം. ആവി വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മളിത് ആവി വരാനായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് താഴെ. ഇത് ആവി വന്നതിന് ശേഷം 15 മിനിറ്റോളം നമുക്ക് ഇത് ആവിയിൽ നിന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് കാണാം നമ്മുടെ റവ വെജിറ്റബിൾ റോൾസ് റെഡിയാണ്. നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആണ് ഇത് ആവി കയറ്റിയത്. അത് കഴിഞ്ഞപ്പോൾ ഇത് കൂളായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് കാണില്ലേ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുവാൻ ബൈ.